അല്ല, ഇങ്ങനെ ഓരോ ദിവസം നീട്ടി നീട്ടി കൊണ്ടുപോകണല്ലോ. ഇതൊക്കെ പരാതി കിട്ടിയാൽ ഉടനെ ആക്ഷൻ എടുക്കണം. അതെടുക്കാതെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം 3 മാസമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഏതായാലും ഇപ്പോഴ് സംഭവം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നു. ഇനി നടപടി നടത്തട്ടെ. അതൊക്കെ തുറന്നുള്ള നടപടികൾക്കനുസരിച്ചിരിക്കുമല്ലോ. പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർണം കട്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ ഒന്നും കൂടെ ശക്തമായി തന്നെ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സ്വർണം കട്ടവർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടിയതായിട്ട് അറിവില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസിഡന്റിനാണ് കൊടുത്തു കാണുക. പക്ഷെ പ്രസിഡന്റ് അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഞാൻ പറയാം, സണ്ണി ജോസഫാണ് KPC പ്രസിഡന്റ്. സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് പറയുന്നതാണ് ഞങ്ങളുടെ പാർട്ടി നയം. ആരും പറഞ്ഞു? അങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. രാഹുലിന് തെറ്റ് പറ്റിയെന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞാൻ പറയുന്നത്, ശബരിമല സ്വർണം കള്ളന്മാർ ജയിലിൽ കിടക്കുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ്. ഒരു സസ്പെൻഷനും അവരുടെ നേരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ MLA യുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പുറത്തും ചില MLA മാരുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഇലക്ഷൻ കാലത്ത് നമുക്ക് നോക്കാം.